പറഞ്ഞില്ലേ, ഒപ്പിന് വരെ നമുക്ക് വിരലടയാളം മാത്രമേ അറിയൂന്ന്. പറഞ്ഞു തന്നാ കൃത്യ സ്ഥലത്ത് നമ്മള് വിരല് പതിപ്പിക്കും. ഇപ്പൊ മനസ്സിലായ ആശാന്? രാജനന്ദിനി ഡിപ്പാർട്ട്മെന്റിന് ധാരാളം പെൻഡിങ് ഫയൽസ് ഉണ്ട്. മിക്കവാറും വിരൽ തേഞ്ഞു തീരുമെന്ന് എനിക്ക് തോന്നുന്നത്. എത്ര എണ്ണം വേണമെങ്കിലും കൊണ്ടുവന്നോ, അതൊക്കെ ഈ കൺമണിയേറ്റ്. ആശാൻ ഞെട്ടും, നോക്കിക്കോ. ശരിക്കും ആശാനല്ല ഞെട്ടാൻ പോകുന്നത്. ഫയൽ തുറന്ന് നോക്കുമ്പോ സിംഗപ്പൂരിലെ നമ്മുടെ കമ്പനിയുമായി കൊളാബുള്ള ബിസിനസ് മാഗ്നറ്റുകളുണ്ട്. അവരായിരിക്കും ശരിക്കും ഞെട്ടി വിറയ്ക്കാൻ പോകുന്നത്. വിയർക്കും ടി വി. ഇനി അങ്ങോട്ട് നമ്മൾ ഒരുപാട് വിയർക്കും. ഓഫീസിലെ ഈ AC ഒന്നും പോരാതെ വരും. നീ നോക്കിക്കോ. സർ, നെക്സ്റ്റ് ഇയറിന്റെ പ്രൊജക്ടുകൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ സർ. പുതിയ ചില ഓർഡറുകൾ വന്നിട്ടുണ്ട്. ശരി സർ. രവി, ഇത് രാജനന്ദിനി സാരിയുടെ ഈ വർഷത്തെ ചില ഫയൽസാ. ഒന്ന് ചെക്ക് ചെയ്തിട്ട് സൈൻ ചെയ്ത് തന്നേക്ക്. ശ്രീലക്ഷ്മിയുടെ സൈൻ കൂടെ വേണ്ടേ? എന്തിന്? രാജനന്ദിനി സിൽസിന്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ശ്രീലക്ഷ്മിയാണ്. അപ്പോ ശ്രീലക്ഷ്മിയുടെ സൈൻ വാങ്ങാതെ എങ്ങനെ ശരിയാവുക? ഇപ്പൊ ഇവിടെയുള്ള ശ്രീലക്ഷ്മിക്ക് സൈൻ ഇല്ല, തമ്പ് ഇംപ്രഷനേ ഉള്ളൂ. അത് മതിയോ? ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ? എന്താ നിന്റെ ഉദ്ദേശം? കൺമണിയെ വേഷം കെട്ടിച്ച് ശ്രീലക്ഷ്മിയാക്കി എല്ലാവരെയും മുന്നിൽ കൊണ്ടു നിർത്തി. നമ്മൾ പറഞ്ഞു ഇതാണ് നിന്റെ ഭാര്യ ശ്രീലക്ഷ്മി എന്ന്. എല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ അവരെക്കാളൊക്കെ കൂടുതൽ അന്ധമായി ആ കാര്യം വിശ്വസിക്കുന്നത് ഇപ്പൊ നീയാ. സത്യം അറിയുമ്പോ സുദർശനൻ ചേട്ടനേക്കാളും കൂടുതൽ തകർച്ചയിലേക്ക് പോകുന്നത് നീയാവും. ബാക്കിയുള്ളവരെല്ലാം റിക്കവറായി വന്നാലും നിന്നെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ. നിങ്ങൾ രണ്ടുപേരും കൂടി എവിടേക്കാ? അത് ഗായത്രിയമ്മേ, മോളെയും കൊണ്ട് ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാന്ന് കരുതി. എത്രയെന്ന് കരുതിയ ഈ വീട്ടിലിങ്ങനെ അടച്ചു കഴിയുന്നത്? സത്യം, TV കണ്ടും പുസ്തകം വായിച്ചും ഉറങ്ങിയും എനിക്ക് മടുത്തു മധുരല്ലോ. അതിനെന്താ, രാജലക്ഷ്മിയോടൊപ്പം മോള് പുറത്തേക്കൊക്കെ പോയിട്ട് വാ. സൂക്ഷിച്ചു പോണം. ത്രിസന്ധ്യ സമയത്തിന് മുൻപ് തിരിച്ചെത്തുകയും വേണം. അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല മോളെ. ശ്രീലക്ഷ്മി മോൾക്ക് പറ്റിയത് നിനക്കുണ്ടാവരുത്. ഒരു ചെറിയ അശ്രദ്ധ കാരണം എത്ര പേരെ വിഷമിച്ചത്. അതുകൊണ്ടാ മോളോട് ഓഫീസിലേക്കൊന്നും പോകണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ശരി, പോയിട്ട് വാ. ശരി. പോകാൻ അങ്ങോട്ട് ഇറങ്ങിയതാ, അപ്പോഴേ ഒരു സംഭവം ഉണ്ടായത്. സംഭവോ? എന്ത് സംഭവം? സംഭവം എന്ന് പറഞ്ഞാ അതൊരു ഒന്നൊന്നര സംഭവമാണ്. മധുരല്ലോ അത് അറിയുമ്പോ ഞെട്ടും. ശരി, ആയിക്കോട്ടെ. ഇനിയെങ്കിലും എന്താ കാരണമെന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറ. പറയാം. അതിനു മുൻപ് എനിക്ക് വേറൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ഈ കുടുംബത്തെ ചിലർ ചേർന്ന് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഞങ്ങള് കണ്ടുപിടിച്ചോന്നിരിക്കട്ടെ. ഗായത്രി അമ്മ എന്ത് സമ്മാനം തരും? അത് അപ്പ ആലോചിക്കാം. എങ്കിൽ അങ്ങനെ ഒരു സമ്മാനം എനിക്കും എന്റെ മോൾക്കും വേണ്ട. കാരണം ഈ കുടുംബത്തോട് ആത്മാർത്ഥതയും സ്നേഹമുള്ളവരാ ഞങ്ങള്.
ഇനിയെങ്കിലും പറയാനുള്ളത് എന്താന്ന് വെച്ചാ രാജലക്ഷ്മി ഒന്ന് പറ. പറയാനുള്ളത് ത്രിവിക്രമം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ. ഇപ്പോ ഇവിടെയുള്ളത് ശരിക്കും ശ്രീലക്ഷ്മി അല്ല, കണ്ണമ്മ എന്ന പെൺകുട്ടിയാണെന്നുള്ള കാര്യം സത്യം. ഇന്നലെ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായതുകൊണ്ടാ തെളിയിക്കാൻ പറ്റാഞ്ഞത്. പക്ഷെ ഇന്നങ്ങനെയല്ല. അതെ, എവിടേക്കാ? എവിടെ നിങ്ങളുടെ സാറ്? എനിക്ക് ആശാനെ ഒന്ന് കാണണം. ഇപ്പൊ കാണണ്ട. രവി സാറിന്റെ മൂഡ് ശരിയല്ല, അതുകൊണ്ട് ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്യണ്ട. അങ്ങനെ നിങ്ങളുടെ സാറിന്റെ മൂഡ് നോക്കി കൺമണിക്ക് പെരുമാറാൻ പറ്റില്ല. കൺമണിക്ക് കൺമണിയുടേതായ ചില നിഷ്ഠകളുണ്ട്, വാശികളുണ്ട്. കാണണമെന്ന് പറഞ്ഞാൽ കാണണം. ഇപ്പൊ എന്ത് പറഞ്ഞാലും ശരി, രവി സാറിനെ കാണാൻ പറ്റില്ല. ഞാനത് അനുവദിക്കില്ല. വെറുതെ സാറിനെ ദേഷ്യം പിടിപ്പിക്കണ്ട. ആഹാ, ദേഷ്യം ആരുടെയും കുത്തകയൊന്നും അല്ല. സാറിന്റെ ദേഷ്യത്തിന് മാത്രമേ വിലയുള്ളൂ. നമുക്കും ദേഷ്യമുണ്ട്, വാശിയുണ്ട്. രവിചന്ദ്രവർമ്മനെ കാണണമെന്ന് ഈ കൺമണി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കാണും. അതിനി ആര് തടഞ്ഞാലും ശരി, കൺമണി ആ തടസ്സങ്ങളെ നിഷ്പ്രയാസം തട്ടിമാറ്റും. എന്താ സംശയം ഉണ്ടോ തനിക്ക്? ഉണ്ടോന്ന്? ഇതിന് മാത്രം നമ്മൾ എന്ത് തെറ്റ് ചെയ്തെന്നാ? അയ്യോ, ഡാൻസ് കളിക്കുന്നത് ഇവിടെ കൊലക്കുറ്റത്തിന് സമമായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് അറിഞ്ഞൂടായിരുന്നു. നീലസ്തി കൊണ്ടിരിക്കെ നമ്മള് ഡാൻസ് കളിക്കാറുണ്ട്. അതുപോലെ പാട്ട് കേട്ടപ്പോ കാല് തറയിൽ ഉറച്ചില്ല. ഇങ്ങനെയുള്ള പാട്ട് കേട്ടാല് നമ്മൾ തുള്ളിപ്പോവും. അത് ഈ ആപ്പീസാണോ പോസ്റ്റ് ആപ്പീസാണോ എന്നൊന്നും നമുക്ക് ആ സമയത്ത് ഓർക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ എന്ത് കാണിക്കാനാ നമ്മളെ ആശ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവിടെ നമുക്ക് പറ്റിയ ഒരു പരിപാടിയും ഇല്ല. അങ്ങനെ ആ തണുപ്പ് മുറിയിൽ ഇരുന്നപ്പോ നമ്മുടെ കഷ്ടകാലത്തിന് ഒരു പെങ്കൊച്ചു കയറി വന്നു. വരാനുള്ളത് വഴി തങ്ങൂല എന്നൊക്കെ പറയണ പോലെ. ആ ടി വി ഇല്ലേ, കമ്പ്യൂട്ടർ, അതിലൊരു പാട്ടിട്ട് തരുമെന്ന് വെറുതെ നമ്മളൊന്ന് ചോദിച്ചു പോയി. അവൾ അതിലെവിടെയൊക്കെയോ താത്തപ്പം പാട്ട് വന്നു. ആ പെങ്കൊച്ചു പോയി കഴിഞ്ഞപ്പോ ആ എലി പോലിരിക്കുന്ന സാധനത്തില് അതില് ഞാനത് തൊട്ടതേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും എല്ലായിടത്തും പാട്ടും വന്നു. നമുക്ക് നമ്മുടെ തനി സ്വരൂപവും പുറത്തു വന്നു. ഹലോ, അനിതകുട്ടി. ഹലോ ബ്രദറിൻലോ, ശ്രീലക്ഷ്മി ഉണ്ടോ അടുത്ത്? ഉണ്ടല്ലോ. ഒന്ന് കൊടുക്കാവോ? ഓ, കൊടുക്കാം. അതെ, അനിയത്തിക്കുട്ടിയാ. എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ സമയത്ത് വിളിക്കാൻ സാധ്യതയില്ല. ഞാൻ പറയുന്നത് പോലെ വേണം പറയാൻ. ഹലോ. ആ ശ്രീലക്ഷ്മി, ഞാൻ ഇപ്പൊ വിളിച്ചതേ വേറൊരു കാര്യത്തിന്. ശ്രീലക്ഷ്മിയെ കാണാൻ ഒരാള് വന്നിട്ടുണ്ട്. ആര്? ശരിക്കും ശ്രീലക്ഷ്മിയെ കാണാനല്ല വന്നത്,
കണ്ണമ്മയെ കാണാനാ. വന്നയാളെ അറിയും. പേര് ശ്രീനിവാസൻ. നീലഹസ്തിയിലുള്ള തന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആണെന്നാ പറഞ്ഞേ. ആ, ഞാൻ ഫോൺ കൊടുക്കാം. ഹലോ കണ്ണമ്മ, ഞാൻ ശ്രീനിവാസനാ. അറിയാത്ത പോലെ സംസാരിക്കേ. ഹലോ കണ്ണമ്മ, നീ എവിടെയാ? ആരാണ് നിന്റെ കണ്ണമ്മ? ഏ ഡാ, നമ്മള് ചോദിച്ചത് നീ കേട്ടില്ലേ? നീ ഏവനാന്ന്? എടി, നിനക്കെന്നാ മനസ്സിലായില്ലേ? എടി, ഞാനാ ശ്രീനിവാസൻ. നിനക്ക് ഞാൻ ഉണക്കമീനും കൊണ്ടാ വന്നിരിക്കുന്നത്. ഡാ, നീ ആളും തരവും നോക്കാതെ സംസാരിച്ചാലുണ്ടല്ലോ. നീ പറയുന്ന കണ്ണമ്മയല്ല നമ്മള് ശ്രീലക്ഷ്മിയാ. നിന്റെ സംസാരം കേട്ടാൽ അറിയാം നീ ആളത്ര ശരിയല്ലാന്ന്. വല്ലവള് മരം തിരക്കി നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നല്ലേ? ഇറങ്ങടാ നമ്മുടെ വീട്ടിൽ നിന്ന്, വൃത്തികെട്ടവനെ. നിർത്തടി. ഇത്രയും വലിയ വീട്ടിൽ കണ്ണമ്മ എങ്ങനെ താമസിക്കും? ഇനി വീട് മാറിപ്പോയതാണോ? കത്തിലുള്ള അഡ്രസ് ഇത് തന്നെയല്ലേ? ഇവളെന്നാ അഭിനയം പഠിച്ചത്? വേറെ ആരോടാ വന്ന് ചോദിക്കുന്നത്? ആ, പറയുന്ന പോലെ ആ കത്തില് ദേവി ചേച്ചിയുടെ നമ്പർ ഉണ്ടായിരുന്നല്ലോ. ചേച്ചിയെ വിളിച്ച കാര്യം അറിയാമല്ലോ. കണ്ണാ, കണ്ണാ. എന്താ ചേച്ചി? ആരാ കണ്ണാ? ശ്രീനിവാസൻ ചേട്ടനാ. ഹലോ, ശ്രീനിവാസൻ ചേട്ടാ. എടാ കണ്ണപ്പ, നിങ്ങൾ എവിടാ? ഞങ്ങളിവിടെ തന്നെ. അങ്ങ് വന്നില്ല. ഞാനിപ്പോ നിങ്ങൾ താമസിക്കുന്നിടത്തുണ്ട്. ഞങ്ങൾ താമസിക്കുന്നിടത്തോ? നീ ദേവി ചേച്ചിയുടെ ഫോൺ കൊടുത്തേ. ശരി, ഇത് ചേച്ചി. ഹലോ. ആ, ദേവി ചേച്ചി, നിങ്ങളൊക്കെ എവിടെയാ ഇപ്പോ? ഞാൻ ഈ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ശ്രീനിവാസൻ ഇപ്പൊ എവിടെയാണ്? ഞാനിപ്പോ കണ്ണമ്മയുള്ള വീട്ടില്. എന്തോ ഒരു വർമ്മൻ വില്ല. നിങ്ങൾ ഇവിടെയല്ലേ ഉള്ളത്? ഞാൻ കത്തിൽ കണ്ട അഡ്രസ്സിലാ വന്നത്. ശ്രീനിവാസ, നീ വേഗം അവിടെ നിന്ന് മാറിക്കോ. എന്താ ചേച്ചി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കണ്ണമ്മ ഇവിടെയല്ലേ ഉള്ളത്? കണ്ണമ്മ അവിടെ തന്നെയാ ഉള്ളത്. പക്ഷെ അവൾ എവിടെ ശ്രീലക്ഷ്മി എന്ന പേരിലാ താമസിക്കുന്നത്. അതെന്തിനാ? അതൊക്കെ പിന്നീട് വിശദമായിട്ട് പറയാം. നീ ആദ്യം അവിടുന്ന് പോ. ഒരു കാരണവശാലും കണ്ണമ്മയും ശ്രീലക്ഷ്മിയും ഒന്നാണെന്ന് ആരും അറിയരുത്. ആ, ശരി ചേച്ചി, ശരി. കണ്ണ, ഞാനാദ്യം എന്റെ കണ്ണമ്മ എവിടെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ആ, ശരി ചേച്ചി. പോട്ടെ ആന്റി. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേടി അവനെ വിശ്വസിക്കരുതെന്ന്. അത് പിന്നെ അവൻ അങ്ങനല്ലേ വന്ന് പറഞ്ഞത്? ദേ രേഖ, നിന്റെ മേലും കീഴും നോക്കാതെയുള്ള പ്രവൃത്തികള് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അമ്മ പിന്നെ എന്തിനാ ഇത്ര നേരം എല്ലാം കേട്ടോണ്ട് നിന്നത്? ഇപ്പൊ പോയവൻ കള്ളനാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ. എപ്പോ?
എനിക്കത് ഒറ്റ നോട്ടത്തില് മനസ്സിലായി. ഒറ്റ നോട്ടത്തെ മനസ്സിലാക്കാനുള്ള കഴിവേ എനിക്കില്ല. ശ്രീലക്ഷ്മി ശരിക്കും ആരായിരുന്നുവെന്നും എന്നോട് എത്ര സ്നേഹം ഉണ്ടായിരുന്നെന്നും അവൾ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. പകരം പല സാഹചര്യങ്ങളിലൂടെ അവൾ എനിക്ക് കാണിച്ചു തന്നു. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ശ്രീലക്ഷ്മിയെ ഞാൻ എങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു എന്ന് താൻ എന്നോട് ചോദിച്ചില്ലേ? ആ സംശയം ഇപ്പോഴും പലർക്കും ഉണ്ട്. എന്തിന്? എനിക്ക് പോലും. ഉത്തരം എനിക്കറിയില്ല. ശ്രീലക്ഷ്മി എന്ന പെൺകുട്ടിയുടെ മഹിമയും സൗന്ദര്യമൊക്കെ അറിയണമെങ്കിൽ ഈ രവിവർമ്മന്റെ കണ്ണിലൂടെ നോക്കണം, എന്റെ മനസ്സിലൂടെ അറിയണം. മറ്റൊരാൾക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്ത 1000 കാര്യങ്ങൾ എന്റെ ഇടനെഞ്ചിലുണ്ട്. അത് എനിക്കല്ലാതെ വേറൊരാൾക്കും മനസ്സിലാവില്ല. എന്താ സാർ, ഇതാണ് ഞങ്ങളുടെ പ്രോഡക്റ്റ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ്. നമുക്കോ വീട്ടിലുള്ളവർക്കോ സുഹൃത്തുക്കൾക്കോ ഷുഗർ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എന്റെ കമ്പനി ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ആണ് ഈ ഷുഗർ ഫ്രീ. എന്റെ പൊന്നു സുഹൃത്തെ, എനിക്കോ എന്റെ വീട്ടിലുള്ളവർക്കോ യാതൊരു കുഴപ്പവും ഇല്ല. താനിത് വേറെ ആർക്കെങ്കിലും കൊടുക്ക്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ ആവശ്യം സാറിനാണെന്നാ. കാരണം ഇപ്പോഴത്തെ സാറിന്റെ ഈ ഡ്രൈവിങ്ങിന് ഒരു കൺട്രോളും ഇല്ലായിരുന്നു. ഈ മരുന്ന് സാറിന്റെ ഡ്രൈവിങ്ങിന്റെ കൺട്രോൾ മാത്രമല്ല, സാറിന്റെ ബിസിനസിനെയും കുടുംബത്തെ പോലും നല്ല കൺട്രോളിലാക്കി തരും. എനിക്ക് 100% ഉറപ്പാണ്. അയ്യോ എന്ന് കരുതി സാറിതിപ്പോ വാങ്ങണമെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ സാർ, മധുര തുളസി പോലെയുള്ള കലോറി കുറഞ്ഞ വസ്തുക്കൾ കൊണ്ട് മാത്രം നിർമ്മിച്ച ഒരു പ്രോഡക്റ്റാണിത്. നമ്മുടെ ജീവിതത്തിലെ നിത്യ സംഭവങ്ങൾക്കെല്ലാം ഇത് ഉപകാരപ്പെടും. ശരീരഭാരം കുറയ്ക്കുന്നതിനും ഇത് സഹായകമാകും. ഇയാളെ ആദ്യം ആ സംസാരം ഒന്ന് നിർത്ത്. ഞാനൊരു കവർ വാങ്ങിയാ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എത്ര രൂപ ഇതിന് പറ. സാർ, വെറും 150 രൂപ മാത്രം. ഇതാ 100, 50 കറക്റ്റല്ലേ? ഇനി എനിക്ക് പോവാലോ? സാർ, ഒരു മിനിറ്റ്. എന്താ സാർ, സാർ ഇതൊന്ന് കഴിച്ചു നോക്കിയേ. എന്നിട്ട് ഈ വണ്ടി മുന്നോട്ടെടുക്ക്. എന്തിന്? സാറിന്റെ അഭിപ്രായം എനിക്ക് നേരിട്ട് തന്നെ അറിയണമല്ലോ. ഞാൻ സാറിനെ പറ്റിച്ചു എന്ന തോന്നൽ സാറിനുണ്ടാവരുതല്ലോ. എന്റെ പൊന്നു സുഹൃത്തെ, അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. പ്ലീസ് സാർ, എന്റെ ഒരു സമാധാനത്തിനാ. സാർ ഈ പ്രോട്ടീൻ പൗഡറൊക്കെ കഴിക്കുന്ന ആളല്ലേ? നല്ല മസില്. പ്രോട്ടീൻ പൗഡർ ഒന്നും അല്ല, കഷ്ടപ്പെട്ട് വർക്കൗട്ടേ ചെയ്യുന്ന ബോഡിയാ. സാർ പ്ലീസ്. ആ ശരി, ഏതായാലും മെന്റൽ കൺട്രോൾ വർദ്ധിക്കുന്നല്ലേ പറഞ്ഞത്. ആ ഇങ്ങോട്ട് വന്നേ.
ഇപ്പൊ എന്ത് തോന്നുന്നു സാർ? കുഴപ്പമില്ല, ചെറിയ ചില മാറ്റങ്ങൾ. ആശാനെ, ആ, ആ, നമ്മള് ശ്രീലക്ഷ്മി മരിച്ചുപോയി എന്ന് പറയുമ്പോഴൊക്കെ ആശാൻ എന്തോ ആലോചിച്ച് നിൽക്കുമല്ലോ. സങ്കടം കൊണ്ടാണോ? ഹേയ്, അല്ല. സങ്കടപ്പെടാൻ എന്റെ ശ്രീലക്ഷ്മിക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ആശാൻ ഇപ്പോഴും വിശ്വസിക്കണുണ്ടോ ശ്രീലക്ഷ്മി തിരികെ വരുമെന്ന്? ആട്ടെ, എന്ത് വിശ്വാസത്തിന്റെ പുറത്താ ആശാൻ ഇങ്ങനെ കാത്തിരിക്കണത്? പരസ്പരം സ്നേഹിച്ച രണ്ട് ഹൃദയങ്ങളെ തമ്മിൽ അകറ്റിയതാണ് വിധി. രണ്ട് ഹൃദയമിടിപ്പുകളിൽ ഒന്ന് നിശ്ചലമായെന്ന് എല്ലാവരെയും പോലെ ഞാൻ വിശ്വസിക്കുന്നില്ല. രാജാറാമൊക്കെ അങ്ങനെ പറയുമ്പോ ഞാൻ മൗന സമ്മതത്തോടെ നിൽക്കുന്നത് നിശ്ചലമായ ആ ഹൃദയമിടിപ്പ് എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്റെ വിശ്വാസത്തിനും അതിനുമപ്പുറമുള്ള ആ സത്യത്തിനും. തന്റെ ചേച്ചിയുടെ നമ്പറിൽ നിന്നാണല്ലോ. ആശാൻ എടുത്ത് ചോദിക്കി എന്താന്ന്. ഹലോ ഹലോ ഹലോ, ഞാൻ ശ്രീനിയാ. ആ ശ്രീനി, ഇതെവിടുന്ന വിളിക്കുന്നത്? ദേവി ചേച്ചിയുടെ വീട്ടിൽ നിന്ന്. പേടിക്കണ്ട സാർ, വേറെ പ്രശ്നമൊന്നുമില്ല. കണ്ണമ്മയില്ലേ എവിടെ? ഓ ഉണ്ട്, കൊടുക്കാം. ദാ തന്റെ ഫ്രണ്ട് ശ്രീനി. ദാ, നീ എന്തിനാ ചോദിക്കാതെയും പറയാതെയും ആ വീട്ടിലേക്ക് കയറി ചെന്നത്? അത് ഒരബദ്ധം പറ്റിയതാടി. പിന്നെ നിന്റെ ആദ്യത്തെ ഹലോയിൽ തന്നെ എനിക്ക് മനസ്സിലായി നീയാണെന്ന്. പക്ഷേ അതിനുമുമ്പ് ദേവി ചേച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ആ, അതുകൊണ്ട് നിന്നെ നമ്മൾ കൊല്ലണില്ല. ആ, അല്ല, നിന്നെ എപ്പോഴാ ഒന്ന് കാണാൻ പറ്റുന്നത്? നിനക്ക് വേണ്ടി ഉണക്കമീനൊക്കെ ആയിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. അതെല്ലാം ദേവി ചേച്ചി ഏൽപ്പിച്ചേക്ക്. പിന്നെ ശ്രീനി, നമ്മൾ നേരത്തെ ദേഷ്യപ്പെട്ട് സംസാരിച്ചതുകൊണ്ട് മനപ്രയാസമൊന്നും തോന്നല്ലേടാ. നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാ. അതൊന്നും സാരമില്ലടി, നീ വിളിച്ചാ മതി, ഞാൻ വന്ന് കണ്ടോളാം. ശരിയടാ, എന്നാ നമ്മൾ വെക്കട്ടാ. ആ ശരി. ഇപ്പോഴാ വെപ്രാളം മുഴുവൻ ഒന്ന് മാറിയത്. ഇതാ ചേച്ചി, ഇത് വെച്ചോ. ഇപ്പൊ ശരിക്കും എനിക്ക് തോന്നുന്നത് അവള് ശ്രീലക്ഷ്മിയാണെന്ന് തന്നെയാ. കാരണം അവളുടെ സംസാരത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. കാഴ്ചയിൽ പഴയതുപോലെ തന്നെയല്ലേ. അതിനാണ് ആദ്യം വ്യക്തത വരുത്തേണ്ടത്. ത്രിവിക്രമൻ കൊണ്ടുവന്ന ആ പെണ്ണും ഇന്ന് ഇങ്ങോട്ട് വന്നു കയറിയ ആ പയ്യനും ഒക്കെ ശരിക്കും ഈ കഥയിലുള്ള കഥാപാത്രങ്ങൾ തന്നെയാണോന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതെങ്ങനെ? ഇനി അതിനുള്ള ഒരു വഴിയും ഞാൻ കാണുന്നില്ല. വഴിയൊക്കെ താനേ തുറക്കും, അല്ലെങ്കിൽ അവളായിട്ട് തന്നെ തുറന്നു മലർത്തിയിടും. നമ്മൾ അതിൽ സഞ്ചരിച്ചാൽ മാത്രം മതി. അമ്മയുടെ വാക്കുകൾ കേട്ട് ഓരോന്നിനെ ഇറങ്ങി തിരിച്ചാ ഞാനും ഇങ്ങനെ ആയത്. ഇതിപ്പോ ഈ കഥയില് ഞാൻ നല്ലവളാണോ വില്ലത്തിയാണോന്ന് എനിക്ക് തന്നെ സംശയമായി തുടങ്ങി. അതിന് നിനക്ക് സംശയം ലെവലേശം വേണ്ട. നീ ഈ കഥയിലെ വില്ലത്തി തന്നെ. കൗമാര ചാബല്യങ്ങളിൽ അടിമപ്പെട്ട് ചെയ്യുന്ന തെറ്റിന്റെ പേരിൽ നെഞ്ചിലൊരു നെരിപ്പോടും ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് ജീവിച്ച നിഷ്കളങ്കയായ കുന്തിദേവിയുടെ ജീവിതമല്ല നീ നയിക്കേണ്ടത്. ജീവിതം തന്നെ തപസാക്കിയ ഒരു നോട്ടം കൊണ്ട് പോലും മുന്നിൽ നിൽക്കുന്നവരെ ഭസ്മീകരിക്കുന്ന ശക്തിയുള്ള ഗാന്ധാരിയുടെ പ്രതിരൂപമായിട്ടാണ് നീ മാറേണ്ടത്. നിന്റെ പോരാട്ടത്തിന്റെ അവസാനം യുദ്ധമാണെങ്കിൽ ചോരച്ചാലിൽ ചവിട്ടി നിന്ന് വേണം നീ വിജയം ഉറപ്പിക്കാൻ. അതല്ല മറിച്ച് അനുരഞ്ജനത്തിന്റെ ഭാഷയാണ് നേരെ വരുന്നതെങ്കിൽ നീ പറയുന്നതാവണം അവസാനത്തെ വാക്ക്. അതിനെല്ലാം നീ നിന്നെ തന്നെ ശക്തിപ്പെടുത്തണം.
അതിനുവേണ്ടി ആവണം ഇനി നിന്റെ മുന്നോട്ടുള്ള പോക്ക്. യെസ്, യു ആർ മൈ സൂപ്പർ ഹീറോ. ആ വാ. രവി സാർ, ആ. കാര്യങ്ങളൊക്കെ രാജാറാം സാർ പറഞ്ഞു. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഫോം ചെയ്ത സ്ഥിതിക്ക് ഒന്നിവിടെ വരെ വന്നു, അത്രേ ഉള്ളൂ. രവി പറഞ്ഞ കാര്യം റെഡിയാണ്. കണക്ട് ഇറ്റ്. വരൂ വരൂ. എക്സ്ക്യൂസ് മീ. സർ, സർ പ്ലീസ് ടേക്കൻ. ഇതാണ് ജഗസാറിന്റെ റൂട്ട് മാപ്പ്. ജഗസാറെ വീട്ടിൽ നിന്നിറങ്ങി ഒരിടവും തങ്ങാതെ എല്ലാ ട്രാഫിക് സിഗ്നലുകളും ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാർ ഒരിടവും നിർത്തിയതായും കാണുന്നില്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ മാപ്പ് കട്ടാവുന്നുണ്ട്. അവിടെ എന്താ സംഭവിച്ചെന്നറിയില്ല. പിന്നെ അവനെന്താ പറ്റിയത്? സാർ, ഞങ്ങളുടേതായിട്ടൊരു അന്വേഷണം വേണം. സോ ഈ കേസ് വേറെ ആരോടും പറയാനും പാടില്ലല്ലോ. ആശാനെ, ഒന്നേ വന്നേ, ദേ ഇത് അനങ്ങുന്നില്ല. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. സോം ചെയ്തേ.
ഹലോ രാജാറാം സാർ. ആ സർ, ഞാൻ ഒരാളുടെ ഫോട്ടോ സാറിന്റെ ഫോണിലേക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഇന്ന് സൂര്യൻ അസ്തമിക്കും മുമ്പ് അവൻ എനിക്കൊന്ന് കണ്ടുപിടിച്ചു തരണം. രാജാറാം സാർ ഒന്നുകൊണ്ടും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അവൻ ഏതായാലും നമ്മൾ അവനെ പൊക്കും. പക്ഷേ ഈ കാര്യം ഇരു ചെവി അറിയരുത് സർ. ഇല്ല, എനിക്ക് പോലീസിനേക്കാൾ ബന്ധം ഇവിടുത്തെ ലോക്കൽസുമായിട്ടാണ്. നമ്മുടെ പിള്ളേർക്കൊക്കെ ഈ ഫോട്ടോ ഫോർവേഡ് ചെയ്യുന്ന താമസമേ ഉള്ളൂ. ഓക്കെ സർ, ഞാൻ സാറിനെ വിളിച്ചോളാം. ഓക്കെ. ദാമേ, നിങ്ങൾ ഇതെവിടേക്കാ? അപ്പൊ മദറിലോ അറിഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ? എന്ത് കാര്യം? രഘു ഫുഡ് പോയ്സൺ അടിച്ചു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന്. ബ്രദറിൻലോയെ വിളിച്ചിട്ടോട്ട് കിട്ടുന്നുമില്ല. കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത്. എങ്കിലും ഇതും അറിഞ്ഞിട്ട് എങ്ങനെ ഇവിടെ സമാധാനത്തോടെ ഇരിക്കും?